വിയറ്റ്നാം യുദ്ധത്തിൻ്റെ ഭീകരത പകർത്തിയ ദ ടെറർ ഓഫ് വാർ എന്ന ചിത്രമെടുത്ത നിക്കൂട്ടിന് ആ ചിത്രത്തിൻ്റെ ഉടമസ്ഥാവകാശം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇനി മുതൽ ആ ചിത്രം നിക്കൂട്ടിൻ്റേതല്ല. ജയം ടോക്സിലേക്ക് സ്വാഗതം. നമുക്ക് ചുറ്റുമുള്ള സംഭവവികാസങ്ങളെ വിശകലനം ചെയ്തും വിലയിരുത്തിയുമുള്ള എൻ്റെ നിരീക്ഷണങ്ങൾ ഇവിടെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അമ്പത് വർഷം മുമ്പെടുത്ത ആ ചിത്രം ഒട്ടേറെ അവാർഡുകൾ നേടിയിട്ടുണ്ട്, പുലിത്സർ അവാർഡ് ഉൾപ്പെടെ. ആ ചിത്രത്തിൻ്റെ ഫോട്ടോഗ്രാഫർ എന്നുള്ള നിലയിൽ ലോകത്തിലെ ഏറ്റവും മികച്ച 100 വാർത്താ ചിത്രങ്ങളിലൊന്ന് എന്നുള്ള നിലയിൽ ലോകം മുഴുവൻ അദ്ദേഹത്തെ ആദരിക്കുകയും അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന സംഭവവികാസം ആ ചിത്രം നിക്കൂട്ടിൻ്റേതല്ല എന്ന് വന്നിരിക്കുകയാണ്. വേൾഡ് പ്രസ് ഫോട്ടോ എന്ന സംഘടന നിക്കൂട്ടിൻ്റെ പേര് ആ ചിത്രത്തിൽ നിന്ന് വേർപെടുത്തി. പകരം അവിടെ ആ ചിത്രമെടുത്തയാളുടെ സ്ഥാനത്ത് അജ്ഞാതൻ എന്നെഴുതി ചേർത്തു. ഇത് അത്യപൂർവമായൊരു സംഭവമാണ്. എനിക്കൊന്നും ലോക ചരിത്രത്തിൽ തന്നെ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. നിക്കൂട്ട് ആ ചിത്രമെടുത്തത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. അമേരിക്കൻ വിയറ്റ്നാം യുദ്ധം കൊടുമ്പിരി കൊണ്ടിരുന്ന കാലം. അമേരിക്കക്കാരനായ നിക്കൂട്ട് യുദ്ധത്തിൻ്റെ ഭീകരത റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് അവിടെ എത്തുന്നത്. നിക്കൂട്ട് എന്ന അസോസിയേറ്റ് പ്രസിൻ്റെ ഔദ്യോഗിക ഫോട്ടോഗ്രാഫറാണ്. നിക്കൂട്ടും സംഘവും വിയറ്റ്നാമിൽ എത്തിയപ്പോൾ അവർക്കവിടെ യുദ്ധരംഗത്തേക്ക് പോകാൻ വേണ്ടി സംരക്ഷണം നൽകിയത് പട്ടാളക്കാർ തന്നെയാണ്. അപ്പോൾ നിക്കൂട്ടും സംഘവും അവിടുത്തെ ട്രാൻ ബാങ് എന്ന ഗ്രാമത്തിൽ കൂടി അവർ സഞ്ചരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു സ്ഫോടനം കേട്ടു. ഒരു ബോംബ് പൊട്ടിയതായിരുന്നു. പുകപടലങ്ങൾക്കിടയിൽ നിന്ന് കുറേ കുട്ടികളാണ് ഓടി വന്നത്. അതിലൊരു പെൺകുട്ടിയും കുറേ ബാലന്മാരും ഉണ്ടായിരുന്നു. 11 വയസ്സുള്ള ആ പെൺകുട്ടി പൂർണ്ണ നഗ്നയായിരുന്നു. അവൾ കരഞ്ഞുകൊണ്ടോടുന്ന രംഗമാണ് നിക്കൂട്ട് പകർത്തിയത്. ആ രംഗം പിന്നീട് ലോകത്തിൻ്റെ മനസാക്ഷിയെ മുറിവേൽപ്പിച്ചു. നാപ്പാം എന്ന ബോംബ്, നമുക്കറിയാം നാപ്പാം ബോംബ് എന്ന് പറയുന്നത് രാസബോംബാണ്. ആ ബോംബ് പൊട്ടി ആ പെൺകുട്ടിയുടെ ദേഹം മുഴുവൻ പൊള്ളി. ആ കൂടെ ഉണ്ടായിരുന്ന ബാലന്മാരുടെയും ദേഹം പൊള്ളി. ആ പൊള്ളലോടുകൂടി അവർ ഓടുന്ന ചിത്രമാണ്, കരഞ്ഞുകൊണ്ട് ഓടുന്ന ചിത്രമാണ് അന്ന് ക്യാമറയിൽ പകർന്നത്. ഈ അടുത്ത കാലത്ത് ഏകദേശം ഒരു 3-4 വർഷം മുമ്പ് നിക്കൂട്ട് കേരള മീഡിയ അക്കാദമിയുടെ ക്ഷണപ്രകാരം കേരളത്തിലെത്തിയിരുന്നു. അന്ന് നിക്കൂട്ടുമായിട്ട് കുറേ സമയം സംസാരിക്കാനുള്ള അവസരം എനിക്ക് കിട്ടി. ഞാൻ അദ്ദേഹത്തോട് ആ രംഗത്തെക്കുറിച്ച് ചോദിച്ചു. അന്ന് ആ ഫോട്ടോ എടുത്ത ആ സാഹചര്യവും അന്നേരത്തെ അന്തരീക്ഷവുമൊക്കെ ഞാൻ ചോദിച്ചു. അദ്ദേഹം അന്ന് എന്നോട് പറഞ്ഞത്, ഈ ചിത്രം എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ ബോംബ് പൊട്ടുന്നു. എൻ്റെ കൂടെ ഒരു ലോക്കൽ ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു. അത് പട്ടാളക്കാർ അറേഞ്ച് ചെയ്ത ഫോട്ടോഗ്രാഫറായിരുന്നു. അദ്ദേഹത്തിൻ്റെ ക്യാമറ അന്ന് നിങ്ങൾക്കറിയാം ഇന്നത്തെ പോലെയുള്ള ഡിജിറ്റൽ ക്യാമറയൊന്നും അല്ല, അന്ന് ഈ ഫിലിം റോളുകൾ ഉള്ള ക്യാമറയായിരുന്നു. അദ്ദേഹത്തിൻ്റെ റോള് തീർന്നു കഴിഞ്ഞ് അടുത്ത റോള് ഫീഡ് ചെയ്യാൻ വേണ്ടി ക്യാമറ തുറന്നു വെച്ചിരുന്ന സമയമായിരുന്നു. ആ സമയത്താണ് ഈ കുട്ടികൾ ഓടി വരുന്നത്, ഈ ബോംബ് സ്ഫോടനമൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ നിക്കൂട്ട് പെട്ടെന്ന് ഈ രംഗം ക്യാമറയിൽ പകർത്തി. പക്ഷേ കൂടെ ഉണ്ടായിരുന്ന ഫോട്ടോഗ്രാഫർക്ക് ക്യാമറ തുറന്നു വെച്ചിരുന്നുകൊണ്ട് അദ്ദേഹത്തിന് പെട്ടെന്ന് പകർത്താൻ കഴിഞ്ഞില്ല. അദ്ദേഹം പെട്ടെന്ന് ക്യാമറയിൽ ഈ ഫിലിം റോൾ ലോഡ് ചെയ്തിട്ട് ഫോട്ടോ എടുത്തപ്പോഴത്തേക്ക് ഈ കുട്ടികൾ ഓടിപ്പോകുന്ന രംഗമേ കിട്ടിയുള്ളൂ. ഫ്രണ്ടിൽ നിന്നുള്ള രംഗം കിട്ടിയില്ല. അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ പടമാണ് അസോസിയേറ്റ് പ്രസ് അന്ന് ഉപയോഗിച്ചത് എന്നാണ് അദ്ദേഹം അന്ന് എന്നോട് പറഞ്ഞത്. എന്നാൽ ഇന്ന് വന്നിരിക്കുന്നത് അദ്ദേഹമല്ല ആ പടം എടുത്തത്, അദ്ദേഹത്തിന് കൂടെ ഉണ്ടായിരുന്ന മിലിറ്ററിയുടെ ആ ഫോട്ടോഗ്രാഫറായിരുന്നു എന്നുള്ളതാണ്. ഇതെങ്ങനെയാണ് പുറത്തു വന്നതെന്നുള്ളതാണ് അതിലും രസകരമായ സംഗതി. ഇതേക്കുറിച്ച് 2 വർഷത്തോളം ഒരാൾ ഗവേഷണം നടത്തി. ഒരാളല്ല, ഒരു സംഘമാണ് ഗവേഷണം നടത്തിയത്. ദി സ്ട്രിങ്ങർ എന്ന ഒരു ഡോക്യുമെൻ്ററി ചിത്രം അവർ നിർമ്മിച്ചു. ദി സ്ട്രിങ്ങർ എന്ന ചിത്രത്തിലൂടെയാണ് ഈ നിക്കൂട്ടല്ല ഈ ഫോട്ടോ എടുത്തെന്നുള്ള കഥ പുറത്തു വരുന്നത്. ബാബോ ന്യൂഗെ എന്നാണ് ഡയറക്ടറുടെ പേര്. അദ്ദേഹം ഈ ഡോക്യുമെൻ്ററി കഴിഞ്ഞ 2025 ജാനുവരിയിൽ ഒരു ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിച്ചതോടെയാണ് ഇത് ലോകശ്രദ്ധയിൽ വന്നത്. റോബിൻസൺ എന്ന ഒരു ഫോട്ടോ എഡിറ്ററും ഗാരി നൈറ്റ് എന്ന അദ്ദേഹത്തിൻ്റെ സുഹൃത്തും ചേർന്നാണ് ഇതേക്കുറിച്ച് ഗവേഷണങ്ങൾ നടത്തിയത്. ആ ഗവേഷണത്തിൻ്റെ ഫലമായിട്ടാണ് 2 വർഷം കൊണ്ട് ചിത്രമെടുത്തത് നിക്കൗട്ടല്ല എന്ന നിഗമനത്തിലെത്തിയത്. ഈ ചിത്രം സംവിധാനം ചെയ്തത് ബാബോ ന്യൂഗെ എന്ന ഡയറക്ടറാണ്. അദ്ദേഹമാണ് ഈ ചിത്രം ചലച്ചിത്രമേളയിൽ അവതരിപ്പിച്ചത്. ഈ ഡോക്യുമെൻ്ററിയുടെ അടിസ്ഥാനത്തിൽ പിന്നീട് ഇതിൻ്റെ ആധികാരികതയെക്കുറിച്ച് പ്രത്യേക അന്വേഷണം നടത്തി. അവർ പലതരത്തിലുള്ള ഫോറൻസിക് പരിശോധന നടത്തി. അങ്ങനെയാണ് നിക്കൗട്ടാണ് ചിത്രമെടുത്തത് എന്ന് സ്ഥിരീകരിക്കാൻ വയ്യാത്തൊരവസ്ഥ സംജാതമായി. അവരെത്തിയ നിഗമനം
അന്ന് കൂടെ ഉണ്ടായിരുന്ന മിലിറ്ററി ഫോട്ടോഗ്രാഫർക്കാണ് യഥാർത്ഥത്തിൽ ആ ചിത്രം കിട്ടിയത്. നമുക്കറിയാം, ഒരു പ്രത്യേക സന്ദർഭത്തിൽ, ഒരു യുദ്ധം നടക്കുന്ന സമയത്ത്, ഒരു നിമിഷാർദ്ധത്തിൽ കിട്ടുന്നൊരവസരം ചിലപ്പോൾ ഏറ്റവും മികച്ച ഫോട്ടോഗ്രാഫർ കിട്ടണമെന്നില്ല. ആ സമയത്ത് ആ ക്യാമറ കയ്യിൽ ക്ലിക്ക് ചെയ്യാൻ നിൽക്കുന്ന ഒരു ഫോട്ടോഗ്രാഫർ, ഇന്നത്തെ പോലെ ഡിജിറ്റൽ ഫോട്ടോ ഇഷ്ടം പോലെ ഒരു മിനിറ്റിൽ തന്നെ നൂറുകണക്കിന് ഫോട്ടോകൾ എടുക്കുന്ന ഇന്നത്തെ കാലമല്ല അന്ന് ഓരോ ഫോട്ടോയും എടുക്കാൻ വേണ്ടി അതിൻ്റെ ലൈറ്റ്, അതിൻ്റെ ഒട്ടേറെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ആ ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്യാനുള്ള അവസരം കിട്ടിയത് ഒരുപക്ഷെ ആ മിലിറ്ററി ഫോട്ടോഗ്രാഫർക്കായിരിക്കാം. പക്ഷേ അത് തെളിയിക്കാനായിട്ട് 100% അദ്ദേഹത്തിൻ്റെ കയ്യിൽ തെളിവൊന്നുമില്ല. കാരണം ഈ ഫിലിം റോൾ എടുത്ത് കൊടുക്കുന്നതോടുകൂടി അതിൻ്റെ തെളിവ് നഷ്ടപ്പെട്ടു. ഇന്നാണെങ്കിൽ ഒരു പടം എടുത്താൽ ആ ക്യാമറയിൽ അതെടുത്തതിൻ്റെ രേഖ ഉണ്ടാവും, തെളിവുണ്ടാവും. പക്ഷേ അന്ന് ആ ഫിലിം ആ ക്യാമറയിൽ നിന്ന് എടുത്തു കഴിയുന്നതോടെ ആ തെളിവ് നഷ്ടപ്പെട്ടു. മാത്രമല്ല, അന്ന് ചിത്രം എടുത്തു കഴിഞ്ഞിട്ട് ആ ഫിലിം റോളാണ് അയക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ ആ മിലിറ്ററി ഫോട്ടോഗ്രാഫർ ആ പടം എടുത്തിട്ട് നിക്കോട്ടിന് അത് വിലയ്ക്ക് കൊടുത്തു കാണും. $20 കൊടുത്തെന്നാണ് പിന്നീട് പറയപ്പെട്ടത്. അപ്പോൾ $20 നിക്കൗട്ട് മേടിച്ച ഫോട്ടോയാണ് അദ്ദേഹം അയച്ചു കൊടുത്ത് അദ്ദേഹത്തിൻ്റെ പേരിൽ വളരെയേറെ പ്രശംസിക്കപ്പെട്ട ഒരു വലിയ ചിത്രമായിട്ട് വരികയും ലോകം മുഴുവൻ ആഘോഷിക്കുകയും ചെയ്തത്. പക്ഷേ 53 വർഷത്തിന് ശേഷം അദ്ദേഹത്തിന് കിരീടം താഴ്വയ്ക്കേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ആരെടുത്തതാണെങ്കിലും അതൊരു മഹത്തായ ഫോട്ടോമാണ്. അത് ലോകത്തിന് നൽകുന്ന ഒരു വലിയ സന്ദേശമുണ്ട്. യുദ്ധത്തിൻ്റെ ഭീകരത, യുദ്ധം എത്രയോ പേരെ, കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ എത്രയോ പേരെ വേദനിപ്പിക്കുന്നു, എത്രയോ പേരുടെ ജീവിതം തകർക്കുന്നു, എത്രയോ പേരുടെ ജീവിതം ദുരിതപൂർണ്ണമാക്കുന്നു. ആ പെൺകുട്ടിയുടെ പേര് ഫാൻ ദി കിം ഫുങ് എന്നാണ്. കിം ഫുങ് വിയറ്റ്നാമിൽ ജീവിച്ച ഒരു കനേഡിയൻ പെൺകുട്ടിയാണ്. അവൾ ഇന്ന് ജീവിക്കുന്നത് കാനഡയിലാണ്. ആ പെൺകുട്ടി 11ാമത്തെ വയസ്സിൽ ബോംബിങ്ങിൻ്റെ പൊള്ളലേറ്റ ആ സ്ത്രീയെ പിന്നീട് വർഷങ്ങളോളം ചികിത്സ നടത്തി. ഒട്ടേറെ വേദന ആ സ്ത്രീ അനുഭവിച്ചു. അതിനെക്കുറിച്ച് അവർ ആത്മകഥ എഴുതിയിട്ടുണ്ട്. ഒട്ടേറെ ലോകം മുഴുവൻ ഒട്ടേറെ പുസ്തകങ്ങൾ അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഒട്ടേറെ ലേസർ ചികിത്സയ്ക്ക് ആ കുട്ടി വിധേയമായി. ഇത് ആ പെൺകുട്ടിയുടെ മാത്രം കഥയല്ല. അന്ന് വിയറ്റ്നാം യുദ്ധത്തിൽ ഈ ബോംബ് രാസായുധങ്ങൾക്ക് വിധേയമായ ഒട്ടേറെ കുട്ടികൾ, ഒട്ടേറെ പേർ ഇത്തരത്തിൽ ജീവിതകാലം മുഴുവൻ നരകിച്ചിട്ടുണ്ട്. അവരുടെ എല്ലാം വേദനയുടെ സന്ദേശം പേറുന്ന ഒരു പടമാണിത്. അപ്പോൾ ആരെടുത്തു എന്നുള്ളതിനപ്പുറത്തേക്ക് ആ പടമാണ് ആഘോഷിക്കപ്പെടുന്നത്. എങ്കിൽ പോലും ചരിത്രത്തിൽ ചില കാര്യങ്ങൾ തിരുത്തപ്പെടേണ്ടതുണ്ട്. ഒരാൾക്ക് തെറ്റായ ഒരു ക്രെഡിറ്റ് കിട്ടിയാൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ യഥാർത്ഥ അവകാശിക്ക് ആ ക്രെഡിറ്റ് നിഷേധിക്കപ്പെട്ടു എന്നുള്ളതാണ്. 53 വർഷം കഴിഞ്ഞാണെങ്കിലും ആ തെറ്റ് തിരുത്തണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് അന്ന് ആ ചിത്രത്തിൻ്റെ എഡിറ്റിംഗ് നിർവഹിച്ച ഫോട്ടോഗ്രാഫർ, ഫോട്ടോ എഡിറ്ററായിരുന്ന വ്യക്തി, അദ്ദേഹം തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് 2 വർഷം ഗവേഷണം നടത്തി ഇങ്ങനെ ഒരു ഡോക്യുമെൻ്ററി പുറത്തിറക്കി ആ ചരിത്രത്തിലെ ആ തെറ്റ് മായ്ച്ചു കളഞ്ഞത്. ഇന്ന് ആ ചിത്രം നിലനിൽക്കുന്നു, ചിത്രകാരൻ്റെ പേര് മായ്ക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ പ്രസക്തമായൊരു ചോദ്യം, ന്യൂഗെ എന്ന ആ മിലിറ്ററി ഫോട്ടോഗ്രാഫറുടെ പേര് നിക്കൂട്ടിന് പകരം വയ്ക്കാത്ത എന്തുകൊണ്ടെന്നുള്ളതാണ്. അതിന് കാരണം ആ മിലിറ്ററി ഫോട്ടോഗ്രാഫറാണ് ഈ പടം എടുത്തത് എന്നുള്ളതിന് തെളിവ് വേണം. അതിനുള്ള വ്യക്തമായ തെളിവില്ലാത്തത് കൊണ്ടാണ് അവിടെ അജ്ഞാതനെന്ന് രേഖപ്പെടുത്തിയത്. 4 വർഷം മുമ്പ് തിരുവനന്തപുരത്ത് വെച്ച് നിക്കൂട്ടിനെ ഞാൻ കാണുമ്പോൾ നിക്കൂട്ട് പറഞ്ഞ കഥയും ഇന്ന് നാം അറിയുന്ന കഥയും തമ്മിലുള്ള വ്യത്യാസം, ഇതിലേതാണ് സത്യം ഏതാണ് അസത്യം എന്ന് 100% ആർക്കും ബോധ്യമില്ല. എങ്കിലും ഒരു സംശയത്തിൻ്റെ പിന്തുണ അല്ലെങ്കിൽ പിൻബലം ആ മിലിറ്ററി ഫോട്ടോഗ്രാഫർക്ക് ലഭിച്ചിരിക്കുന്നു.